ഒരു ഭീകരാക്രമണ സാധ്യതയിലേക്ക് തന്നെ ഡൽഹി പോലീസ് വിരൽ ചൂണ്ടുന്നു എന്നതാണ് അർജുൻ പീതാംബരൻ നൽകുന്ന വിവരം. ഭീകരാക്രമണമാകാൻ തന്നെ സാധ്യത എന്നാണ് പറയുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ടു ദ റെഡ് ഫോർട്ട് കാർ ബ്ലാസ്റ്റ് സജസ്റ്റ് ഇറ്റ് മേ ബി എ ടെററിസ്റ്റ് അറ്റാക്ക്. The high-intensity explosion appears linked to a module previously seized in Faridabad and may have involved a mix of explosives and chemicals. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് ഫരീദാബാദിലെ അടക്കമുള്ള ആ സംഭവങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് സംശയിക്കുന്നത്. സെക്യൂരിറ്റി ഏജൻസീസ് ആർ ക്വസ്റ്റനിങ് സസ്പെക്ട്സ് ഡോക്ടർ മുസമ്മിൽ ആൻഡ് ഡോക്ടർ ആദിൽ ആൻഡ് ദ ബ്ലാസ്റ്റ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ഹൈസ്പി ഫോളോയിങ് ദർ അറസ്റ്റ്. അതായത് ഒരുപക്ഷെ ഈ സംഭവം ഇതൊരു അവരുടെ പ്ലാനിന് വിരുദ്ധമായി നടന്ന, അല്ലെങ്കിൽ ഈ ഡോക്ടർ മുസമ്മിൽ അടക്കമുള്ളവർ പിടികൂടപ്പെട്ടപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മറ്റാളുകൾ പെട്ടെന്നൊരു ഒരു അറ്റാക്ക് നടത്തുക എന്ന നിലയ്ക്ക് നടത്തിയ ഒരു സ്ഫോടനമാകാനുള്ള ഒരു സാധ്യത എന്നതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഒരു ഭീകരാക്രമണം എന്ന സാധ്യതയിലേക്ക് തന്നെ ഡൽഹി പോലീസ് പോയിരിക്കുന്നു എന്നതാണ് ഇനി അതിൻ്റെ ഒരു കൃത്യമായി. ഇപ്പോൾ നേരത്തെ ഫരീദാബാദിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. അവർക്ക് ഈ സംഭവവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ എന്നത്, അതിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായൊരു തെളിവ് ലഭിച്ചാൽ അത് അന്വേഷണത്തിന് കൂടുതൽ വേഗം പകരും. വേഗത്തിൽ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയും. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു നിമിഷത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതിൽ തർക്കമില്ല. രാജ്യ തലസ്ഥാനത്ത്, അതും ചെങ്കോട്ടയോട് ചേർന്ന് അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ ഒരു സ്ഫോടനമുണ്ടാവുക, അതിൽ 13ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടമാവുക, ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുക എന്നത് വലിയ ഒരു ആശങ്ക തന്നെയാണ്. അതിന് അടുത്ത നടപടികൾ എന്ത് എന്നതാണ് ഉറ്റുനോക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? ഇത് ഏത് വിധത്തിലുള്ള ആക്രമണമാണോ? ചാവേർ ആക്രമണമാണോ? മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണോ എന്നതൊക്കെ അതിൽ ഒരു കൺഫർമേഷൻ അധികം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. പക്ഷേ ഡൽഹി പോലീസ് ഇപ്പോൾ നൽകുന്ന ഇത് സംശയിക്കുന്നു, ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ഡൽഹി പോലീസ് സംശയിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടെയാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. മുംബൈ, ചെന്നൈ, ബംഗളൂരു അടക്കം, കൊൽക്കത്ത അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിലടക്കം പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. വളരെ കൃത്യമായ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് എല്ലാ സേനകൾക്കും നൽകിയിട്ടുള്ളത്. എന്താണ് ഈ സംഭവത്തിൽ നടന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാവകാശം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ കടക്കുകയും ചെയ്യും.